ഹാപ്പി ഓണം. അപ്പോൾ ഇന്നത്തെ സർപ്രൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് ഓണയുടെ കഥകളി നേരെ വെക്കടാ ഗൈസ്. ഇന്ന് ഓണം സ്പെഷ്യൽ പൂക്കളം വിത്ത് ടീക്കുട്ടി ആൻഡ് അദ്ദിക്കുട്ടൻ ഫ്രണ്ട്സ്. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മൾ. ഇതാണ് ഡിസൈൻ കേട്ടോ, ഇതുണ്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് സെറ്റ് ഇവർക്ക് പറ്റുമോയെന്ന് എനിക്കറിയാം. ബ്ലാക്ക് കളറ് ആൻഡ് ഒരു പൊടി വാങ്ങി തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് അത് നിങ്ങളുടെ ടാസ്ക്. ഓക്കെ, റെഡിയാക്കോ? അടിപൊളി. രണ്ടുപേർക്കും പനിയാണ്, ഇപ്പം ഇത്തിരി മാറിയതാട്ടോ. അപ്പോൾ സെൻറ്റർ നമ്മളിവിടെ ഫിക്സ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അടിയിൽ നമുക്ക് മറ്റേ ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് സെറ്റ് ചെയ്യാം അല്ലേ. അങ്ങനെ ദേ അമ്മുക്കുട്ടി ഒരാൾ വന്നിട്ടുണ്ട്. ടേക്ക് പനി മാറി, എന്നാലും ഒരു ചെറിയ ക്ഷീണമുണ്ട്. അപ്പോൾ അമ്മുക്കുട്ടിനെ വിളിക്കാൻ പോകാം അല്ലേടാ. പോയിട്ടാ. എത്രയായ അമ്മൂസേ. ഹായ്. ലോങ് അമ്മു എപ്പോഴായിരിക്കും? എനിക്ക് തോന്നുന്നു 3 മില്യൺ വരെ ഉണ്ടായിരുന്നോ? 3 മില്യൺ ഉണ്ടായിരുന്നോ? 2 പോയിന്റ് വരെ ഉണ്ടായിരുന്നു. അതോടുകൂടി കഴിഞ്ഞു. ഇയാളുടെ വീട് നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി പറയാണ്. ഇയാളുടെ വീട് ദേ ഈ കാണുന്ന ലൈറ്റ് പിങ്ക് കളർ കണ്ടോ, അതാണ് വീട്. അവിടെ നിന്ന് ഇങ്ങോട്ട് അതെന്താ വെച്ച് കഴിഞ്ഞാൽ അവളുടെ വെക്കേഷനൊക്കെ അവൾ കട്ടപ്പനയിൽ പോകും. പിന്നെ KV ആയതുകൊണ്ട് പിന്നെ നമുക്ക് ലീവും ഭയങ്കര ഇതാണ്. നാളെ സ്കൂളില്ലേ? നാളെ സ്കൂളുണ്ട്. രണ്ടുപേരും സെയിം ക്ലാസ്. ഇനി അദ്വിക്കിൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്, സാൻവി വരാനുണ്ട്. പിന്നെ നമ്മുടെ ഇഷിത. അപ്പോൾ അവർക്ക് ഇന്ന് കുർബാനയോ അങ്ങനെ എന്തോ ഉള്ളതുകൊണ്ട് പള്ളിയിൽ പോയിട്ടേ വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ പൂക്കളെല്ലാം സെറ്റായിട്ട് ഇതെല്ലാം ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട്. കാരണം ഇവരിനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതും ആ റോസും, കാരണം അത് ഫ്രഷ് ആയിട്ട് ചെയ്യാവൂ, ഇല്ലെങ്കിൽ അത് കേടുവരും. കണ്ടോ ഈ റോസും. ഓക്കെ, പൂക്കളൊക്കെ ഫ്രഷ് തികയുണ്ടിയാ. വൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഹാഫ് ആക്കിയിട്ട് വെക്കാം. അങ്ങനെ നമ്മളുടെ ഫാമിലിയിൽ വീണ്ടും ഒരാൾ കൂടെ വന്നിട്ടുണ്ട്, ഈഷിത കുട്ടി. ലാസ്റ്റ് നമ്മൾ മേക്കപ്പ് ചെയ്തത്, മേക്കപ്പ് ചാലഞ്ച്. നൂറ്. എനിക്ക് വയ്യ. അങ്ങനെ എല്ലാരും പറയാറുണ്ടോ? ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. അങ്ങനെ ഓക്കെ. അങ്ങനെ ഇനി ഒരാളും കൂടെ വരാനുണ്ട്. ആ ആള് നമ്മുടെ അവൻ ഓടി. അദ്ദിക്കുട്ടൻ്റെ ഫ്രണ്ടാട്ടോ, സാൻവി എന്ന പേര്. അപ്പോൾ ഏകദേശം നമ്മളിവിടെയൊക്കെ സെറ്റാക്കി. ഇനിയിപ്പം ഇത് റോസ് പൂവിൻ്റെ ഇത് സെറ്റായി. ഇത് കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഇത് വെച്ചിട്ട് നിങ്ങൾ 3 കൂടി ഇടണം. സെറ്റല്ലേ? ഈ മുഖത്തിലാണ് പച്ച. അപ്പോൾ ഈ പച്ച ഇതിൽ തികയോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അല്ലെങ്കിൽ നമുക്ക് ആദ്യം പച്ച കംപ്ലീറ്റ് ചെയ്തിട്ട് ചെയ്യാം അല്ലേ? ഏകദേശം റെഡ് ഓറഞ്ച് ഇടടാ. യെല്ലോയും കൂടി ആദ്യം സെറ്റാക്കാം. ഓറഞ്ചാണ് കൂടുതലുള്ളത്. അതും യെല്ലോ അവിടെ വെച്ചു. അപ്പോൾ യെല്ലോയും വെച്ച് നല്ലൊരു അടിപൊളി, മഴയും വന്നാൽ അടിപൊളിയായിരിക്കും. ബുദ്ധിമുട്ടുണ്ടോ അമ്മ? ഇല്ലല്ലോ. കുറച്ച് വെള്ളം കാണാൻ സാരില്ല, അതൊന്നും നമുക്ക് ടെൻഷനൊന്നും ആവട്ടെ. അപ്പോൾ യെല്ലോയും കൂടി നമ്മളിതേ ഇങ്ങനെ താഴോട്ട് ഇടുന്നുണ്ട്. യെല്ലോയും ഓറഞ്ചും അത്യാവശ്യമുണ്ട്. ഇനി ഒരാളും കൂടെ വരാനുണ്ട്, സാൻവി. അവിടെ നിന്ന് 10 മണിക്ക് ഇറങ്ങി എന്ന് പറഞ്ഞ ആളാ. ചിലപ്പോൾ ഇനിയിപ്പോൾ അനിയൻ വഴക്കൂടുന്നുണ്ടാവട്ടിയാ വരണമെന്ന് പറഞ്ഞിട്ട്. ഇവർ കമ്പനി കേട്ടോ ഗൈസ്. അമ്മൂന് മൂക്ക് അറിയോ എന്നാ ചോദിക്കും. മൂക്കിന് ഏത് കളറാ അമ്മു? പച്ചയാണ് അല്ലേ? നമുക്ക് മഞ്ഞ മൂക്കിടാം. അത് അവിടെ ഇരുന്നോട്ടെ. നീ ഇപ്പം ആദ്യം ഇപ്പം പച്ച മൂക്കിടാന്നുണ്ടെങ്കിൽ മഞ്ഞ മൂക്കും ഇടാം. മനസ്സിലായോ? ഇല്ല, നമുക്ക് പച്ച അവിടെ വെയിറ്റ് ചെയ്യാം. അത് നിമിഷാൻ്റെ ഒരു പൊടിയുണ്ട്, അത് നമുക്ക് സെറ്റാക്കാം. ഇപ്പം നിങ്ങളത് വിടും, മൂക്ക് വിടും. ഇപ്പൊ തന്നെ പൊടി ഇടണ്ടെന്ന് പറഞ്ഞു ആൻറ്റി ലാസ്റ്റ്. ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. നീ എനിക്ക് പറഞ്ഞത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ട് ചെയ്യാം. എന്നാലും കഥകളി ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. അമ്മു ചെയ്തിട്ടുണ്ടോ സ്കൂളിൽ കഥകളി? ഇഷിതയോ? ഇല്ല. ടീയ പിന്നെ അറിയില്ല. കളർഫുള്ളായിട്ടോ. അമ്മു സൂപ്പറായിട്ടുണ്ട് കേട്ടടാ. ഫേസ്, കഥകളുടെ ഫേസ് അമ്മു ആണ് ഏറ്റെടുത്തിരിക്കുന്നത്. അടിപൊളി. അമ്മ വീഡിയോയിൽ ഇല്ലടാ, കുഴപ്പമില്ല. ഇതിൻ്റെ ലിപ്സിൻ്റെ കറക്റ്റ് ഷേപ്പ് വെച്ചാൽ മതി, കുഴപ്പമില്ല. പക്ഷെ മൊത്തത്തിൽ വായിൽ എന്തോ കുത്തി നിറച്ച പോലെ ഉണ്ട്. നോക്കട്ടിട്ടിയാ. വേറെ ഒരാളും കൂടി വന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ അദ്ദിക്കുട്ടൻ്റെ ഫ്രണ്ട് വന്നതും ആള് പിന്നെ മൈൻഡൊന്നും ഇല്ല. സാൻവി ഒരു ഹായ് പറയേ.
ഹായ്. അപ്പോൾ ഇത് ഏകദേശം ടീ ഇവിടെ ഉണ്ട് പൊന്നാ. ആ ടീ ഉണ്ട് വിട്ടു. അപ്പോൾ ഇവിടെ ചുണ്ട് ഇവർ കുറച്ചുകൂടെ ആ റോസിനെ കട്ട് ചെയ്തിട്ട് നല്ല പോലെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവർക്ക് ആ ലിപ്സ് കഥകളുടെ സെറ്റ് ആവണില്ല. ഒരു ട്രൈ ചെയ്ത് നോക്കട്ടെ ഏതുവരെ പോകുന്നു. കട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട് ടീയാ? അതിൻ്റെ ഇടയിൽ വിത്ത് കാറ്റ് ആൻഡ് വിത്ത് മഴ. അതിക്കുട്ട പൂവിടടാ, പൂവിട്ടേ. അതിക്കുട്ടൻ പൂവിടാൻ നിൽക്കുന്നില്ല ഗൈസ്. ഒക്കെ ചുമയാട്ടോ, ചുമ കുഴപ്പമില്ല. ആ ആ പച്ച അവിടെയും കൂടി ഇട്. ആ ഇപ്പം കറക്റ്റാ. പച്ച അതിൻ്റെ മേലെ മൊത്തം ഇട്ടോ കേട്ടോടാ അമ്മു. ഇപ്പം നോക്കി നന്നായിട്ടുണ്ട്. ഓ കഥകളി ഏകദേശം ആയി വരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഫോട്ടോയിലെ പോലെയല്ല, ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. സാൻവി മോളെ അതിട്ടടാ, ഓറഞ്ച് ഈ വലിയ പോർഷനിൽ ഓറഞ്ച് ഇട്ടോ. അവിടെ വൈറ്റാണ്, പക്ഷെ ഞങ്ങൾക്ക് വൈറ്റ് തികയില്ല, ആകെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ആ ഭാഗം മൊത്തം യെസ് അവിടെ മൊത്തം നമ്മൾ ഓറഞ്ച് ഇടാൻ പോട്ടോ. ഓക്കെ, അപ്പോൾ മൊത്തം മഞ്ഞ കളറായിട്ട് സെറ്റായിട്ടുണ്ട്. ഫേസ് ഏകദേശം അയ്യോ ഇവിടെ ഈ ഒരു വൈറ്റ് നല്ല ബോറാട്ടോ. ഇതിൻ്റെ അടി നമുക്ക് ലാസ്റ്റ് ചെയ്യാം. ഈ വൈറ്റ് ഇട്ടിട്ടില്ലേ ഇവിടെ? അവിടെ വൈറ്റ് ഇടാം അല്ലേ? ലാസ്റ്റ് ഇടാം. അപ്പം ഏകദേശം സെറ്റായിട്ടുണ്ട്. എന്തായാലും ലിപ്സ് കറക്റ്റ്. വൈറ്റും കൂടി ഇട്ടോ. നല്ല കാറ്റ്. പൂവിടുമ്പോൾ മഴക്കാലമായിരുന്നു, പക്ഷേ ഇപ്പോൾ കാറ്റുകാലമായി ഗൈസ്. മൊത്തം എന്തായാലും ആയി. നോ ചിക്കു ചിക്കു റെഡ് ആർക്കാ വേണ്ടത്? എന്താ എടാ അവിടെ റെഡ് ഇട്. രണ്ടോടെ വൈറ്റിന്റെ അവിടെ അമ്മ അത് കൊടുത്തേടാ. ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ആ വൈറ്റിൽ റെഡ് നല്ല മാച്ചാ ഗൈസ്. ഏകദേശം നമ്മൾ കഥകളിയുടെ ഫേസ് വന്നിട്ടുണ്ട്. റെഡ് ഇട്ടോ കേട്ടോ, നല്ല തിക്കായിട്ടിട്. ഓക്കെ, കാറ്റാണ് പ്രശ്നം. ഇപ്പോൾ ഒരു 10 തവണൻ്റെ മേലെ കാറ്റ് വന്നിട്ടുണ്ട്. കാറ്റ് സെറ്റാക്കി പൂ ഇട്ട് കഴിഞ്ഞപ്പോൾ ഗൈസ് നമുക്ക് കാറ്റുകാലം വന്നു. എല്ലാ പൂവിൻ്റെ ഇതൊക്കെ താഴെ എല്ലാം കാറ്റ് കൊണ്ട് തൂളിപ്പോയതാട്ടോ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഏതൊക്കെയാ? യെല്ലോ ഇത്. അയ്യോ ഗൈസ് വീണ്ടും റെഡ് അതാ വന്നു. ദൈവമേ ഗൈസ്, കാറ്റ് എല്ലാം പോയി. കാറ്റുകാലമായി. പൂവെല്ലാം ഇട്ട് കഴിയുമ്പോഴത്തേക്കും കാറ്റുകാലമായി. ദൈവമേ നല്ല കാറ്റാട്ടോ, അടിപൊളി കാറ്റ്. ഫോട്ടോ സാരിലിടാ. നമ്മളെല്ലാം പ്രതിസന്ധികൾ തരണം ചെയ്തിട്ട് വേണം പൂക്കളം ഇടാൻ. ഓക്കെ, അമ്മു കുറേ നേരം റെഡ് പിടിച്ച് നിൽക്കണു. ഇതിൽ റെഡും വൈറ്റും ഇവിടെ ഇത് നമുക്ക് ഇതൊന്നും ഫില്ല് ചെയ്യണ്ട കേട്ടോ. ഈ കുഞ്ഞൊന്നും ഫില്ല് ചെയ്യണ്ട, മൊത്തത്തിൽ അങ്ങനെ കിട്ടുമോ? ഏകദേശം നമ്മൾ സെറ്റായി. ആ സമയത്ത് ഇവിടെ അത്തിക്കുട്ടനും ഇവിടെ സാൻവിയും കൂടിയിട്ടുള്ള ബോളാട്ടോ. അവർക്കിത് മതിയായി. അവർ ബോറടി മാറ്റാനുള്ളതാണ്. അപ്പോൾ ഏകദേശം ഫേസ് വന്നോന്ന് കമൻറ്റ് ചെയ്യണം. എനിക്ക് ചെറുതായി വന്ന പോലെ തോന്നുന്നുണ്ട്. ക്യാമറയിൽ നോക്കുമ്പോഴാണ് ഇവിടെ ഓരോരോ വൈറ്റ് കാണണം കേട്ടോ. ദൈവമേ, കണ്ണ് നമ്മൾ കുളമാക്കിയോന്നൊരു സംശയമുണ്ട്. എടാ അത് ബ്ലാക്ക് ആണ്. ഫൈനൽ ടച്ചാണ് കേട്ടോ നമ്മളുടേത്. ഏകദേശം എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ സർക്കിളായിട്ട് ചെയ്യാം കേട്ടോ. പൂ അത്യാവശ്യം ധാരാളമുണ്ട്. ഫേസ് ഒരു വിധം സെറ്റായിട്ടുള്ളൂ, അങ്ങനെ ഓക്കെ ഒന്നും ആയിട്ടില്ല. ഒരു 10-ൽ എത്ര മാർക്ക് നിങ്ങൾ കൊടുക്കും നിങ്ങളുടെ പൂക്കളത്തിന്? ഇഷി പറ, എത്ര മാർക്ക് കൊടുക്കും? 9ഓ? അത്ര അങ്ങനെ അദ്വിക് 8. ഓക്കെ, ടീയ പറയൂ, എത്ര കൊടുക്കും? 7. ഓക്കെ, സാൻവി കുട്ടി പറയൂ. 8.5. ഓക്കെ, അമ്മുക്കുട്ടി പറയൂ, എത്ര മാർക്ക് കൊടുക്കാം? 8. ഓക്കെ, എനിക്കിതിൽ കണ്ടിട്ടൊരു 6.5 ഇല്ലാച്ചാ 7. കാറ്റ് വന്ന് നമ്മളുടെ മിസ്റ്റേക്ക് അല്ല, കാറ്റ് വന്നിട്ട് പോയതാണ് ഗൈസ്. അപ്പം നിങ്ങൾ അതെ നല്ല മാർക്കാണ്, പക്ഷെ പെർഫെക്ഷൻ വേണമല്ലോ. ഇത് അങ്ങനെ അത്ര വലിയ നമ്മുടെ പെർഫെക്ഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ കുഞ്ഞു മക്കൾ ഇട്ടത് കൊണ്ട് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ 10-ൽ എത്ര മാർക്ക് കിട്ടിയെന്ന്.
10ൽ 10 മാർക്ക് എന്തായാലും കിട്ടില്ല അല്ലേ ടിയ? നമുക്ക് നോക്കാം. മെല്ലിട് ചിക്കു. അദ്ദിക്കുട്ട മെല്ലിടോ. അതാണ് അദ്ദിക്കുട്ടനെ ഇങ്ങോട്ട് വരാൻ സമ്മതിക്കാതെ. അദ്ദിക്കുട്ട മെല്ലെ ഇത്ര തിക്കായിട്ട് ഇടരുത്. അത് ഷേപ്പ് ചെയ്തിട്ട് വേണം അദ്ദി പിന്നെ വീണ്ടും എടുക്കാൻ. അദ്ദിക്കുട്ട. ഫൈനൽ നമ്മളുടെ എല്ലാം കഴിഞ്ഞു. ഇവിടെ ഓണം എന്നിങ്ങനെ ഔട്ട്ലൈൻ എഴുതാം കേട്ടോ. കറക്റ്റായിട്ട് ഓരോ ലെറ്റർ വെച്ചിട്ട് എഴുതിക്കോളും. അപ്പോൾ പൂക്കളും ഇപ്പം നിമിഷാൻ്റെ മാർക്ക് ഇത്തിരി കൂടി ഒരു 7 വന്നിട്ടുണ്ട്. പച്ച കറക്റ്റായിട്ട് കിട്ടുന്നേ ഇല്ല. പച്ച പുളിയില ഉണ്ടെങ്കിൽ ചെയ്യാമായിരുന്നു, പക്ഷെ ഇവിടെ അങ്ങനെ പുളിയില ഇല്ല ഗൈസ്. എല്ലാം കഴിഞ്ഞു. ആ ഓണത്തിൻ്റെ ഒരു ഹോള് അത് ചെയ്ത പോലെ ഒരു ഹോള് വെച്ച്. യോ നാ എന്താ നാ ഇങ്ങനെ ഇട്ടിരിക്കണേ? ഓ ആണ് കഥ. ഓന്റെ നടുവിലൊരു റെഡ് വെച്ചേടാ. ഈ ഒരു ഇവിടെ റെഡ് വെച്ച്. അത് വേണം മമ്മയാ പറഞ്ഞ. കുഞ്ഞ് റെഡ് വെച്ചേ. യെസ്. ഓക്കെ എല്ലാം മനസ്സിലാവുന്നുണ്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി ഒരു പണിയും ചെയ്യാത്ത നമ്മുടെ അദ്ദിക്കുട്ടം അവസാനം വന്നിട്ട് ഡിസൈനൊക്കെ അറിയാം. എന്നാൽ നാലും ഒരു റെഡ് വെക്കണോ? ഷോ എൻ്റെ കലാവാസന ഇവിടെ പ്രകടിപ്പിക്കാൻ ഒരു മനുഷ്യൻ സമ്മതിക്കും. യെസ്, ഫൈനലി ഗൈസ് നമ്മളുടെ ഒരു 2-3 hours ടീം വർക്ക് ചെയ്തിട്ട് ഇത് മുഴുവൻ നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ അവസാനം അതിനെ കൊളവാക്കാൻ വേണ്ടിയിട്ട് ഇത് അദ്ദിക്കുട്ടൻ അയ്യോ പോയി എല്ലാം പോയി. അങ്ങനെ അവസാനം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞു മക്കളിട്ട ഓണത്തിന് 10ൽ നമുക്ക് എത്ര മാർക്ക് കൊടുക്കാമെന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. 10ൽ 20 മാർക്ക്. സൂപ്പർടാ. ഫൈനൽ ഓണം പൊന്നോണം കളർഫുൾ ആയി ഗൈസ്. ഇപ്പം അങ്ങനെ അധികം വെയിൽ മഴയും കാറ്റൊന്നും ഇല്ല അല്ലേ ടിയ? ഓക്കെ, അപ്പോൾ ഞങ്ങളെല്ലാം ഭംഗിയാക്കി മനസ്സിലാക്കി റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷെ കണ്ണൊക്കെ കറുപ്പൊക്കെ ഇട്ട് കുളം ആക്കിയോന്നൊരു ചെറിയ സംശയം. ടീക്ക് മൂക്കാണ് പ്രശ്നം. മൂക്ക് പച്ച കളർ ആവണം എന്നാണ് പറഞ്ഞത്. പോട്ടെ, സാരില്ല, നമുക്ക് നെക്സ്റ്റ് ടൈം ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം. ബൈ.